സംസാര രീതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ ചില രീതികളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവാറില്ല, അല്ലേ? ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതല്ല മറ്റൊരാൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല മറ്റൊരാൾ കേൾക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ? അതെന്തുകൊണ്ടാണ്? ഒരു കമ്മ്യൂണിക്കേഷൻ ബിഹേവിയറിലുള്ള ഒരു മിസ്റ്റേക്സ് കൊണ്ടോ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടോ അങ്ങനെ ഉണ്ടാവാം, അല്ലേ? നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടേ കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ സംസാര രീതി, അതായത് സംസാരിക്കാൻ പഠിച്ചപ്പോൾ തൊട്ട് നമ്മുടെ സംസാര രീതി പല തലങ്ങളിലായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പലർക്കും ചിലരുടെ സംസാരങ്ങൾ വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെ? ചില സന്ദർഭങ്ങളിൽ, ചില സമയങ്ങളിൽ ചില ആളുകളുടെ വാക്കുകൾ നമ്മൾ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. പലപ്പോഴും ഈ സംസാര രീതി ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ പല ബന്ധങ്ങളും ഊഷ്മളമായി തന്നെ നിലകൊള്ളും. ചിലപ്പോൾ പ്ലീസിങ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ അറിയാണ്ടാവില്ല, വേണമെന്ന് വെച്ചിട്ട് തന്നെ അങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ അത്തരം ആളുകളെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും? ഇത്തരം ആളുകളോട് നമ്മൾ എങ്ങനെ സംസാരിക്കണം? അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സംസാരിക്കുന്ന ആളാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു സമയം കൂടിയാണ് കേട്ടോ. നമ്മളിങ്ങനെ കുറേ സംസാരിച്ച് പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയില്ല എവിടേക്കാണ് വഴി തിരിഞ്ഞു പോകുന്നുള്ളത്. അപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നെങ്കിൽ അത്തരം സംസാര രീതികൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കുന്ന ആൾക്ക് വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ച് നമ്മളോട് അവർക്ക് ആ ഒരു ബന്ധത്തിൽ ഒരു ഒരു എന്താ പറയുക, സ്വീറ്റ്നെസ് കീപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ഈ സംസാര രീതികളിൽ ഞാൻ ഒരു കാര്യം പറയാം. പാരൻറ്റിങ്ങിൻ്റെ തൊട്ട് തുടങ്ങാം കേട്ടോ. നമ്മൾ പാരൻസിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കളാവട്ടെ അല്ലെങ്കിൽ നമ്മളാവട്ടെ, നമ്മൾ പലപ്പോഴും പറയും ക്ലാസ്സിലൊരു കുട്ടി ഫസ്റ്റ് ഉണ്ടെങ്കിൽ, കണ്ടാ അവൻ ഫസ്റ്റ് ആണ് അല്ലെങ്കിൽ അവൾ ഫസ്റ്റ് ആണ്, നിനക്ക് എന്തുകൊണ്ടായിക്കോട്ടെ, നിനക്ക് എന്താ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പോൾ അത്തരം സംസാര രീതികൾ ഒഴിവാക്കുക. കാരണം കേൾക്കുന്ന നമ്മുടെ മകനോ മകൾക്കോ അത് ചിലപ്പോൾ മുഴുവൻ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു ആൻസർ ആവണം എന്നില്ല. കാരണം ഓരോ വ്യക്തിയും ഡിഫറെൻ്റ് ആണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ കുട്ടീൻ്റെ അടുത്ത് എങ്ങനെ സംസാരിക്കുന്നു, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ലല്ലോ. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഓരോരാളെ കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോൾ അയാളിൽ എത്ര വിഷമങ്ങൾ ഉണ്ടാക്കുന്നു എന്നുകൂടി ചിന്തിക്കണം. അതിന് പകരം നമ്മുടെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റിന് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്ന് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, അപ്പുറത്തുള്ള ആൾ നന്നായി പഠിക്കുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും പ്രൊഫഷൻ ഉണ്ടെങ്കിൽ നന്നായി പഠിക്കുന്നുണ്ടല്ലോ, നല്ല പ്രൊഫഷനാണല്ലോ. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് കേട്ടിട്ടുള്ളതാണ്, ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇല്ലേ, ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഐഡൻറ്റിറ്റി കാർഡ്സ് ആണ്. ഞാൻ ആ ഒരു കമൻറ്റിന് റെസ്പോണ്ട് ചെയ്തേ ഇല്ല. ഓക്കെ, ഇതിപ്പോൾ എനിക്ക് കിട്ടിയ കമൻറ്റാണ് ഇത്. ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ആണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് എന്ന്. അൺലെസ് ആൻഡ് അൺടിൽ യു ആർ നോട്ട് ഗോയിങ് ഫോർ എ ജോബ്, ദീസ് ഓൾ ആർ ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ആണ്. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ പഠിച്ചതും നമ്മൾക്ക് കിട്ടിയ അറിവുകളും ഒരു ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അല്ലല്ലോ. ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ID കാർഡ്സ് വേറെയുണ്ട്. നമ്മളുടെ മുഖം എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മാനേഴ്സ് എങ്ങനെ, അങ്ങനെ കാണിക്കുന്നതാണ് സർട്ടിഫിക്കറ്റ്, അല്ലേ? ഇത് നമ്മുടെ മാർക്ക്, നമ്മൾ പഠിച്ചത്. എന്നോട് പറഞ്ഞതാണ്, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള MSc BEd അല്ലെങ്കിൽ MA ഇംഗ്ലീഷ് ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെറും ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റുകളാണ്, അൺലെസ് ആൻഡ് അൺടിൽ യു ആർ നോട്ട് ഗോയിങ് ഫോർ എ ജോബ് എന്ന്. അപ്പം അത്തരം സംസാര രീതികൾ ഒഴിവാക്കുക. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ വേർഡ് ഹേർട്ട് ചെയ്തില്ല, ബിക്കോസ് ഐ ജസ്റ്റ് കെപ്റ്റ് ഇൻ മൈൻഡ്. അങ്ങനെ പലരും മൈൻഡിൽ കീപ്പ് ചെയ്യും ആൻഡ് നമ്മൾ ആ പറഞ്ഞ ആളെ ജഡ്ജ് ചെയ്യും. കാരണം എന്താണ്, നമ്മൾ എത്രയോ വർഷങ്ങളായി എടുത്ത പ്രയത്നഫലമാണ് നമ്മുടെ ഓരോ സർട്ടിഫിക്കറ്റ്സും നമ്മുടെ ഓരോ എഫേർട്ടും. അതിനൊരൊറ്റ സെൻറ്റൻസ് കൊണ്ട് അവർ വില കുറച്ച് കാണാണ്. സോ ഹൂ ഇസ് ദ ബെറ്റർ പേഴ്സൺ? ആ പറയുന്ന ആൾ, അല്ലാണ്ട് നമ്മളല്ലല്ലോ. അതുപോലെയാണ് ഇനി ഓരോ ബന്ധങ്ങളിൽ വേറെ കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഒരു ജോലിക്ക് പോണ ഒരു ലേഡി ആവട്ടെ, ഒരു കുട്ടീനെ ചിലപ്പോൾ ബേബി സിറ്റിങ്ങിൽ വിട്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അവർ, അയ്യോ ഈ കുട്ടീനെ നിങ്ങൾ ബേബി സിറ്റിങ്ങിൽ വിട്ടിട്ട് പോയോ, ആ കുട്ടിക്ക് അമ്മേനെ എത്ര മിസ് ചെയ്യും. ഇനി നിങ്ങൾ വീട്ടിലിരുന്ന് കുട്ടീനെ നോക്കിയെന്ന് വെച്ചാൽ അപ്പോൾ പറയും, നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് ജോലിക്കൊന്നും പോകണില്ല. അപ്പോൾ സംസാര രീതി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഈ അടുത്ത് റിസൾട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. +2ൻ്റെ റിസൾട്ട് 2 ദിവസം മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, ഡിഗ്രീസ് റിസൾട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ പറയുന്നതാണ് കുട്ടികളോട്, ഞാൻ കേട്ടിട്ടുള്ളതാണ്, എത്ര മാർക്ക് കിട്ടിയാലും, ആ കുട്ടിയുടെ പ്രയത്നമാണ് ഒരു വർഷത്തെ മാർക്ക് എന്ന് പറയുന്നത്, എത്ര കിട്ടിയാലും പറയും സാരമില്ല കേട്ടോ, യു ക്യാൻ ഇംപ്രൂവ് ഇൻ ദ നെക്സ്റ്റ് എക്സാം. മേ ബി ദറ്റ് ചൈൽഡ് ഗോട്ട് 90% or 92% or 89%, 80%, 70%, 60%, വാട്ട് എവർ ഇറ്റ് ഈസ്. അത് ആ കുട്ടിയുടെ എഫേർട്ടാണ്, അല്ലേ? അങ്ങനൊന്നും പറയണ്ട, കൺഗ്രാജുലേഷൻസ് പറഞ്ഞ് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും. നമ്മൾ ചിന്തിക്കുക, നമ്മൾ മുതിർന്നവരല്ലേ. അപ്പോൾ എന്നെ കേൾക്കുന്നവരെല്ലാവരും മുതിർന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മളുടെ സംസാര രീതി എങ്ങനെ മാറ്റിപ്പിടിച്ച് ഒരു
നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നമ്മൾ സ്വയം ചിന്തിച്ച് നമ്മൾ മാറേണ്ടതാണ് എന്ന് തോന്നുന്നു. കാരണം എല്ലാവരെയും പ്ലീസ് ചെയ്ത് സംസാരിക്കണം എന്നല്ല, പക്ഷെ നമ്മുടെ സംസാര രീതിയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ബന്ധങ്ങൾ എന്നും നിലനിൽക്കും. നമ്മളിങ്ങനെ മോശമായി പെരുമാറുകയും അങ്ങനെ ഒരാളാന്ന് ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തിരിച്ച് നമ്മളോട് വന്ന് സംസാരിക്കാൻ ആൾക്ക് തോന്നില്ല. അത് സംസാര രീതിയുടെ പ്രത്യേകതയാണ്. പിന്നെ അപ്പുറത്തുള്ള ആൾക്കാർക്ക് കുറേ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നടക്കണം എന്ന് ശഠിക്കുന്ന ചിലരുണ്ടാവും. മറ്റൊരാൾക്ക് വിഷമിച്ചൊരു ആരോഗ്യ പ്രശ്നങ്ങളായിട്ടിരിക്കുകയായിരിക്കും. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് നടക്കണം അങ്ങനെ പറയുന്ന ആളുകളുണ്ടായിരിക്കും. നീ എങ്ങനെ ഇരുന്നാലും എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കിട്ടണം. അങ്ങനെയല്ല, ആ സംസാര രീതി ഒന്ന് മാറ്റി പിടിക്കാം. അപ്പോൾ കമ്മ്യൂണിക്കേഷനാണ് ഏത് ബന്ധങ്ങളും നിലനിർത്താനുള്ളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടൂളും. സോ മനസ്സിലാക്കി സംസാരിക്കുക. നമ്മുടെ അപ്പുറത്തുള്ള ഒരാൾ എങ്ങനെയാണ് ഏത് അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നന്നായി മനസ്സിലാക്കി തന്നെ സംസാരിക്കുക. ഇത്രയൊക്കെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ടൂള് കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ നമ്മളെല്ലായിടത്തും വിജയിക്കുക തന്നെ ചെയ്യും. നമ്മളൊരു സ്റ്റുഡൻ്റ് ആവട്ടെ, നമ്മൾ ജോലി സ്ഥലത്താവട്ടെ, നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളില്ലേ, ചിലപ്പോൾ നമുക്ക് നല്ല വയ്യാണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും ചായ കൊണ്ടുവരുന്ന ഒരു ചേച്ചി വന്നിട്ട് ചായ വേണോ മാം ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നില്ലേ? അപ്പം അതുപോലെ എന്താ പറയുക, നമ്മൾ പീപ്പിൾ പ്ലീസർ ആവണം എന്നല്ല, നമ്മൾക്ക് പറ്റുന്ന സാഹചര്യങ്ങൾ, പറ്റുന്ന അവസരങ്ങളിൽ, പറ്റുന്ന ആളുകളോട് നന്നായി സംസാരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ് ഉണ്ടാവും. നമ്മൾ ഈ നാളിതുവരെ സംസാരിച്ചിട്ടുള്ള രീതികളാവില്ല നമുക്ക് മുന്നോട്ട് പോകുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവാം. പല സ്ഥലത്ത് ജോഗ്രഫിക്കൽ ഏരിയയിൽ പല ആളുകളോട് സംസാരിക്കുന്ന രീതി വ്യത്യാസപ്പെടാം. അതിനനുസരിച്ച് നമ്മൾ മാറാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ മനസ്സിൽ കയറി പറ്റാനും മനസ്സിൽ നിന്ന് ഇറങ്ങി പോകാനും ഈ സംസാര രീതി കൊണ്ട് തന്നെ സാധിക്കും. വാക്ക് നോക്കി പ്രയോഗിക്കണം, അല്ലേ? വാക്കുകൾക്ക് മായാജാലങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. ഓരോ വാക്കിനും മായാജാലങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. മനുഷ്യനെ മനസ്സിലാക്കാനും മനുഷ്യനെ സന്തോഷിപ്പിക്കാനും മനുഷ്യൻ്റെ മനസ്സറിഞ്ഞ് അയാളെ സ്നേഹിക്കാനും അതുപോലെ തന്നെ അയാൾക്ക് ആശ്വാസം പകരാനും വാക്കുകൾക്ക് പറ്റും. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ആ മായാജാലക്കാരനായിക്കൂടെ? വാക്കുകൾ കൊണ്ട് മായാജാലം സൃഷ്ടിക്കുന്നവൻ പറ്റില്ലേ? ശ്രമിച്ചാൽ പറ്റുന്നേ. വെറുതെ ആളുകളുടെ മനസ്സിൽ മുഷിച്ചിലുണ്ടാക്കാതെ നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ച് നല്ല മനുഷ്യനായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. നല്ല സംസാര രീതിയെക്കുറിച്ച് ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ എന്താണ് അഭിപ്രായം? നിങ്ങളിൽ ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായവരുണ്ടോ? നല്ല സംസാര രീതി ഉള്ളവരാണോ നിങ്ങൾ? മറ്റുള്ളവർ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്ന ആളുകളാണോ? അല്ലെങ്കിൽ ഇതിലൊക്കെ ഒരു എന്തർത്ഥം, നമ്മുടെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയാം, എന്നിട്ട് നമ്മളെ സ്നേഹിക്കണവർ സ്നേഹിച്ചോട്ടെ, അങ്ങനെ വിചാരിക്കുന്നവരാണോ? അങ്ങനെ വിചാരിക്കുന്നവരായാലും കുഴപ്പമില്ല. എന്നുവെച്ചാൽ ചില ആളുകൾക്ക് തുറന്ന് സംസാരിക്കുന്ന ആളുകളെ ഇഷ്ടാവും. അവൻ അങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും, അല്ലേ? അത് അവൻ്റെ സംസാര രീതിയാണെന്ന് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം ഉണ്ട്. ചില ആളുകളുണ്ട്, അവർ സംസാരിക്കുമ്പോൾ തന്നെ മറ്റാൾ പറയാം അവൻ കുറച്ച് ലൂസ് ടോക്കാണ് കേട്ടോ, അപ്പോൾ അവൻ അങ്ങനെയാണ് എന്ന് പറയും. ചിലർ അങ്ങനെയാണ്, മാറ്റാൻ പറ്റില്ല. അത് ചുമ്മാതാണ് കേട്ടോ, മാറ്റാനൊക്കെ പറ്റും. കാരണം ഇത്തരം വ്യക്തികൾക്ക് വേറെ ആൾക്കാരോട് നന്നായി സംസാരിക്കാൻ പറ്റും. അങ്ങനെയുണ്ട്. പിന്നെ വേറൊരു കാര്യം, അതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ചില ആളുകൾ നമ്മളില്ലാത്ത സമയത്ത് നമ്മളെപ്പറ്റി മോശമായിട്ട് സംസാരിക്കും. എന്നിട്ട് ഈ വേറെ പറഞ്ഞ ആളിൽ അയാളുടെ നിന്ന് നമ്മളെപ്പറ്റി മോശമായി സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ കേൾക്കാനും ഇടവരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ സംസാര രീതികൾ ശ്രദ്ധിക്കുക, സംസാരിക്കേണ്ട രീതികൾ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് വാക്കുകൊണ്ട് മായാജാലങ്ങൾ തീർക്കാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്സ് എല്ലാം മാറ്റി വാക്കുകൾ മായാജാലം വിരിയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.